Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
ഇത് രാത്രിയുടെ 17ാമത്തെ കാറ്റ്. എന്തൊരു സിനിമയല്ലേ, ശരിക്കും മാജിക്, പത്മരാജൻ മാജിക് തന്നെ. എത്ര കണ്ടാലും ബോറടിക്കില്ല. മനസ്സിലായി. കോപ്പേ, ഒരുമാതിരി വിത്തുകാരുടെ സ്വഭാവം കാണിക്കരുത്. ഏത് പശു അങ്ങ് സ്മുണയ്ക്കാനുള്ളതല്ല കേട്ടാ. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. എന്തോന്നേ അപ്പൂപ്പനെ അണ്ടർവെയർ ഇടാൻ പഠിപ്പിക്കല്ലേ. ഇതാണറിയാത്ത അപ്പൂപ്പനെ ചിലപ്പോൾ പഠിപ്പിക്കേണ്ടി വരും. ആളണ്ടർവെയർ ഊരിപ്പോയത് വേണമെങ്കിൽ എൻ്റെ ഒരെണ്ണം കൊടുക്കാം. എന്റെ പൊന്നളിയാ, ഞാനത് കണ്ട് തീർത്തോട്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഗന്ധർവൻ്റെ അണ്ടർവെയർ ഊരിപ്പോയെന്ന്. മതിയറി മതിയാക്ക്. ഓർക്കേ, എല്ലാവർക്കും ഒന്ന് ഫിൽ ചെയ്യടാ. സമ്മതിക്കൂല അല്ലേടേ. ഡേ സുവർണ പോയ ആഭരണ ഫിൽ ചെയ്യടാ. കോപ്പ് എന്താടാ ഒരു മൂഡ് ഔട്ട്? ഏയ് ഒന്നുമില്ല, വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാ. അനിയന് നല്ല സുഖമില്ല. അയ്യോ, എന്തു പറ്റി? ഒന്നും പറയണ്ട. അനിയൻ ഏതൊരു പെണ്ണിനെ കയറി പ്രേമിച്ചു. നല്ല മൂത്ത പ്രേമം. അവൾ നല്ല പണിയും കൊടുത്തു. അനിയൻ ഹൈ ഡോസ് ഡ്രഗ് അടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈശോയെ, എന്നിട്ട്? എന്നിട്ട് എന്താവാൻ? പാർഷ്യൽ പാരാലിസിസ്. ഒരു ഭാഗം മുഴുവൻ തളർന്നുപോയി. ഹെവി ഡ്രഗ് ഡോസേജ് ബ്രെയിനെ അഫക്റ്റ് ചെയ്തു. വീട്ടിൽ പോകാൻ തോന്നാറില്ല. പിന്നെ അനിയനായി പോയില്ലേ, പോകാതെ വഴിയില്ല. റിക്കവറിക്ക് സാധ്യത വല്ലതും ഉണ്ടോ? ട്രീറ്റ്മെൻ്റൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ശരിയാവും. ഓക്കെ ഗൈസ്, എൻ്റെ ഒരു ഫ്രണ്ട് നാളെ US പോകുന്നുണ്ട്. അവനെ കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിക്ക്, നാളെ കാണാം. ഓക്കെ സേതു, നീ വെള്ളം അടിച്ചിട്ട് ഒറ്റയ്ക്ക് പോകണോ? പിന്നെ നമ്മൾ എത്ര പോലീസുകാരെ കണ്ടിരിക്കുന്നു. നോ പ്രോബ്ലം. അളിയ നിക്കളിയ. ഓ അളിയന് ഒരു കമ്പനിക്ക് വേണ്ടി ഞാനും കൂടെ വരാം. എന്നെ ഒന്ന് പിടിച്ചേ. പറ്റിയ ആള് വാ. അവരൊറ്റയ്ക്ക് വിടണോ? വാ, നമുക്കൂടെ പോവാ.
അളിയ ഞാൻ ഫിറ്റല്ല എന്തുവാടാ ഇത്? ഫിറ്റല്ല. ഇത് തന്നെ ചെരുപ്പ് നില്ല്, ഞാൻ ഒന്ന് അടച്ചു. വലത്താണോ അടുത്താണോ? ഇന്ന് ഗന്ധർവനെയൊക്കെ കണ്ടതാ, പോരാത്തിന് ഇന്ന് വെള്ളിയാഴ്ചയും കൂടി. സോ ബി കെയർഫുൾ. പോയി വണ്ടിയെ കയറാ. വെള്ളം അടിച്ചിട്ട് ഒരു മാതിരി കലാന്ന്. എന്റെ ചെരുപ്പ്. ഇന്നാകെ പ്രേതമായാണല്ലോ അളിയ. റേഡിയോയില് നാഗവള്ളി, ടിവിയില് ഞാൻ ഗന്ധർവ. ഇനി ഒറിജിനൽ ഒരത്തിനെ കിട്ടിയാ മതി. വഴിയിൽ വല്ലതും കിട്ടുമോ നോക്കാം. എന്തോന്ന് ഇപ്പൊ കിട്ടും. സരളെ അമ്പാനു സരളെ. സർലേ അളിയ എവിടെ എവിടെ ആക്കിയതാണ്. അളിയ സാരമില്ല, അളിയ ഞാൻ ശരിയാക്കി തരാന്ന്. ശരിയാക്കിയിട്ടാണ് ഞാൻ വിളി. മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൈ സോഫ്റ്റ് ആക്കി വെച്ചേക്കുന്നു. അത് നിന്റെ കൈ, ഇത് എന്റെ കൈ. അപ്പൊ എന്തടാ സാറല്ല ഒരു പെണ്ണ്, ഒരു പെണ്ണ്. പ്രേതം. ഇത് പ്രേതം തന്നെ. ഇത് പ്രേതം തന്നെ. നിർത്തടാ. ഉണ്ടാ പാനി ഷർട്ട് ഇടല്ലേ, പ്രേതം ഇതിനകത്തൊന്നും നടക്കുന്നേ. സേതു സേതു, ഇനി നമ്മൾ എന്താ ചെയ്യാ? അളിയാ, നമ്മൾ ഇവിടെ നിന്ന കുഴപ്പമാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കാം. എന്തെങ്കിലും ഐഡിയ കിട്ടാതിരിക്കത്തില്ല. ഓക്കെ ഓക്കെ എത്ര കേട്ടാലും മതി വരാത്തൊരു സോങ് ആണ് മനസ്സിലത്. അതുപോലെ തന്നെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ജോൺസൺ മാഷിനോ കഥവേ എത്ര ഭംഗിയായിട്ടാണല്ലേ അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ. 93.5 ബിഗ് എഫ്എം, നിങ്ങളുടെ സ്വന്തം വിജയ്. ഞാൻ അപ്പോഴേ പറഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങണ്ടെന്ന്. അളിയ അത് പ്രേതമൊന്നുമല്ല. അല്ലെന്ന് പറയാൻ നീ പ്രേതത്തിന് മുന്നേ കണ്ടിട്ടുണ്ടോ എന്നുള്ളതല്ല. എന്നിരുന്നാലും പോലീസ്. ആ ഇങ്ങോട്ട് ഒതുക്ക്. നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. വി ആർ ഓൾ നോർമൽ. ഓക്കെ. എങ്ങോട്ടാ? ജോലി കഴിഞ്ഞ് പോകുന്ന വഴിയാ സാർ. വീടെവിടാ? കഴക്കൂട്ടം ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? ഇങ്ങോട്ട് എവിടെ പോവാ? എൻ്റെ ഒരു ഫ്രണ്ട് നാളെ US പോകുന്നുണ്ട്. അപ്പോൾ അവനെ ഒന്ന് കണ്ടിട്ട് പോകണം. നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ശരി സാർ. സാർ, ഒരു പെണ്ണിന്റെ ബോഡി. ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി. ഇങ്ങോട്ട് ഇറങ്ങിവിടാ എല്ലാരും. കോൺസ്റ്റബിൾ സർ, ബോഡി വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. ഓക്കെ സർ.
നിന്റെയൊക്കെ തന്തമാർക്ക് എന്താടാ ജോലി? പ്ലാന്ററാണ് സർ. PWD കോൺട്രാക്റ്റാണ് സർ. അച്ഛൻ ഡോക്ടറാണ് സർ. നീ എന്താടാ ദിവ്യഗർഭത്തിലുണ്ടായതാണോ? അല്ല, അച്ഛന് ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് സർ. ഏതാടാ പെണ്ണ്? ഞങ്ങൾക്കറിയില്ല സർ. സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല സർ. കാറി കയറിയപ്പോഴാണ് ഞങ്ങളും കണ്ടത്. ഓഹോ, അപ്പൊ നീയാണ് ലീഡർ. ബോഡി കാറ് കണ്ടപ്പോ പോലീസിനെ എന്താടാ അറിയിക്കാത്തത്? അടിച്ച് പൂസായി 4 എണ്ണം കൂടെ ഒരു പെണ്ണിന്റെ ബോഡിയുമായി കാറിൽ. നിനക്കൊന്നൊന്നും അറിഞ്ഞൂടല്ലടാ. ഒരു കാര്യം ചെയ്യാം, ഇത് ഒതുക്കാൻ റെഡിയാണോ? 10 ലക്ഷം രൂപ തന്നാൽ ഇത് ഞാൻ ഒതുക്കി തീർക്കാം. ആരുടെയും തന്തമാര് മോശക്കാരൊന്നും അല്ലല്ലോ. ആലോചിച്ച് മതി. നാളെ ഉച്ച വരെ സമയം തരാം. പൈസ ക്യാഷായി തന്നെ വേണം. വലിയ സർക്കസ് കാണിച്ച് ഊരാൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ അത് വേണ്ട. നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്ന് ഓർത്താൽ കൊള്ളാം. പൈസ നീ കൊണ്ടുവന്നാൽ മതി. എന്തായടാ? കൊടുത്തൊതുക്കി 6 ലക്ഷം രൂപയ്ക്ക്. ആരും ഇനിയൊന്നും വീട്ടിൽ പറയാൻ നിൽക്കേണ്ട, പിന്നെ ആകെ പ്രശ്നമാവും. ഇങ്ങിരുന്ന് എവിടുത്തെ സയ്യാ? പേട്ട SI രാജീവ് കുമാർ. എന്തായാലും അതങ്ങനെ തീർന്നു. ആ കാശ് അങ്ങനെ പോകാനാണ് വിധി. ആ വർക്കി പറയടാ. ആ ആ അയ്യോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. സാറേ, അത്യാവശ്യ കോളായിരുന്നു. മുന്നോട്ട് പോയി അവിടെ പറഞ്ഞാൽ മതി. സാറേ, അത് രാജീവ് സാറാണ്. ചെല്ലേ. സാർ, സാറേ ഇത് മൊബൈലാ? ലൈസൻസ് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ പാടില്ലെന്നറിയില്ലേ? അറിയാം സാർ, അത്യാവശ്യമായതുകൊണ്ട് എടുത്തതാ. ഇനി ആവർത്തിക്കില്ല സാർ, ക്ഷമിക്കണം. പെറ്റി അടിച്ചിട്ട് പോക്കോ. ശരി സാർ. ഇതെവിടെ കൊടുത്താൽ മതി. താങ്ക് യു സാർ.
ദാ കിട്ടി. മെറിൻ ജോസിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഇപ്പോഴും ലൈവാ. ഈ മരിച്ചു എന്ന് പറയുന്ന മെറിൻ ജോസിനെ തന്നെയാണോ നമ്മളന്ന് കാറിൽ കണ്ടത്? പത്രത്തിൽ വന്ന് വാർത്ത വെച്ച് നോക്കിയാൽ അത് അവള് തന്നെയാ. നീ ആ മ്യൂച്വൽ ഫണ്ട് ലിസ്റ്റിൽ നമുക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. സേതു, സേതു നീ ആരെയാ വിളിക്കുന്നത്? സേതുവിനെ. അവൻ ഫോൺ എടുക്കുന്നില്ല, പണ്ടാരം. വേണ്ട, അവനേതോ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരിക്കുക. നമ്മളിപ്പോൾ ഒന്നും മിണ്ടണ്ട, അവൻ വരട്ടെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചോദിച്ചാലേ അവൻ എന്തെങ്കിലും പറയൂ. അവളെ സേതുവിന് അറിയാമായിരുന്നെങ്കിൽ പിന്നെന്താ അന്ന് രാത്രി അവനത് പറയാതിരുന്നേ? അപ്പം അന്ന് വന്ന ഇൻസ്പെക്ടർ ഡേയ്, നമ്മളൊന്ന് അടിച്ച് ഫിറ്റായിരുന്നു. പോരാത്തിന് ആ പെണ്ണിന്റെ ബോഡി കൂടെ കണ്ടപ്പോൾ നമ്മൾ പേടിച്ച് കിളി മാറിപ്പോയി. എല്ലാത്തിൻ്റെയും കൂടെ ആ ബൈക്കും ആ ജീപ്പും. പോലീസ് അന്ന് വിചാരിച്ച് നമ്മൾ മണ്ടന്മാരെ. പണ്ടാരടങ്ങാൻ അന്ന് രാത്രി അവനെ ഒറ്റയ്ക്ക് വിട്ടാൽ മതിയായിരുന്നു. നമ്മുടെ പൈസ ഹായ്. നാരങ്ങ ഉള്ളൂ, കെട്ടിറങ്ങിയില്ലേ? എനിക്കൊന്ന് ഓർഡർ ചെയ്തില്ലേ? എന്തോന്നടേ ഇത്, അവാർഡ് വിടം പോലെ? ആരെങ്കിലും ചത്താ? നിനക്ക് മെറിൻ ജോസിനെ അറിയാമോ? തെളിച്ചു പറയാം. ആ മരിച്ചുപോയ കുട്ടിയെ നിനക്കറിയാമോ? നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന് കേട്ടു, അത് ശരിയാണോ? നീ എന്തിനാ അവളെ കൊന്നേ? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. കാറിന്റെ ബൂട്ടിൽ അവളെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ മനു, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ പൈസ എവിടെടാ? കോശി, എനിക്ക് അറിയില്ല. നിർത്തടാ. സേതു, സത്യം പറ, അന്നെന്താ സംഭവിച്ചത് അവിടെ? ഇനി ബാക്കി ഞാൻ പറയിപ്പിച്ചോളാം. ഞാൻ രാജീവ് കുമാർ. മെറിൻ കൊലപാതക കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. നോക്കണ്ട, അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. അവര് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. സാർ, ഓക്കെ സാർ. നീയും മെറിനും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ടാണ് പിരിഞ്ഞത്? അവളെ മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് സാർ. വളരെ ഹെഡ് സ്ട്രോങ് ആയൊരു പെൺകുട്ടിയാണ് മെറിൻ. അത് കാരണം ഒരവസരത്തിൽ ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു. അവൾ നിനക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. അപ്പോൾ നീ അവളെ കൊല്ലൂന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇനി പറ, നീ എങ്ങനെയാ മെറിനെ കൊന്നത്?
ചെൽമേ. സർ പ്ലീസ് ബിലീവ് മീ, ഞാനല്ല അവളെ കൊന്നത്. കാറിൽ പെണ്ണിന്റെ ബോഡി കണ്ടപ്പോൾ അത് മെറിനാണെന്ന് നിനക്കറിയാമായിരുന്നല്ലേ? അറിയാമായിരുന്നു. ഒരാവേശത്തിൽ കൊല്ലുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല സർ. മെറിന് സേതുവുമായി പരിചയപ്പെടുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലോട്ട് ബന്ധമുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു സർ. 5 or 6 ആൾക്കാരുണ്ടായിരുന്നു. അവരിൽ പലർക്കും അവളോട് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരാൾ മെറിൻ വാ പോവാം. എന്താടാ? Hey, come on, buddy. No. Hey, no! You bastard! വന്നു കയറിയത് ദീപുവാണെന്നും അവൻ മനുവിൻ്റെ ബ്രദറാണെന്നുള്ള കാര്യമൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ. ഒരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ് സാർ. എനിക്കറിയില്ലായിരുന്നു ദീപുവിനെ. അവനിങ്ങനെയൊക്കെ ആയിത്തീരുമെന്നും എനിക്കറിയില്ലായിരുന്നു. സേതുനുവ
ഓച്ചേ ഛേ നീ സാറെന്താ ഇവിടെ? ഒരു ചെറിയ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാ. എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? ആ അങ്ങനെ പോകുന്നു സാർ. എന്തായി കേസ് അന്വേഷണം? നടക്കുന്നു. ചില തെളിവൊക്കെ കിട്ടിയിട്ടുണ്ട്, പറയാം. എന്നാ ശരി സാർ, കാണാം. മനു, കൈക്ക് എന്ത് പറ്റി? ഇതോ വീട്ടിൽ പോയപ്പം കുറേ കാലത്തിന് ശേഷം തൂമ്പ എടുത്തൊന്ന് കിളച്ചു. ഇതിപ്പോൾ ഇങ്ങനായി. ദാറ്റ്സ് ബാഡ്. ചെല്ല്. എന്നാ ശരി. ഇയാളെയാണോ നീ നിലക്കേണ്ടത്? ഇതേ പൊക്കമാണ് സാർ. നടപ്പും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ആ കോശി, നീ എങ്ങനെ അറിഞ്ഞു? ഇപ്പൊ ന്യൂസിൽ കാണിക്കുന്നത്. ആരോ നമ്മുടെ പിറയുണ്ടടാ. ഞാൻ ഉടനെ വരാം. മനു, ഞാൻ മരിച്ചിട്ടില്ല. എന്നെ കൊല്ലാൻ ശ്രമിച്ച ആള് തന്നെ എന്നെ സേതുവിൻ്റെ കാറിൽ കൊണ്ടിടുകയായിരുന്നു. എൻ്റെ ബോധം തിരിച്ചു വന്നപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയായിരുന്നു. പുറത്തു വരാൻ എനിക്ക് പേടിയാണ് മനു. സേതു മരിച്ച കാര്യം ഞാൻ അറിഞ്ഞു. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ അയാൾ എന്നെയും കൊല്ലും. എനിക്ക് മനുവിനെ കാണണം. എന്നിട്ട് ഞാൻ പോലീസിൽ കീഴടങ്ങാം. നാളെ ഞാൻ മരപ്പാലത്തിനടുത്തുള്ള ആ ഒഴിഞ്ഞ ഗോഡൌണിൽ വരാം. 10 മണിക്ക് എന്തായാലും വരണം. മെറൻ. മൈക്കിൾ,
തനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട്? ഞാനാ മൈക്കിളിനെ വിളിപ്പിച്ചത്. മിറിന്റെ പേരിൽ മെയിൽ അയച്ചതും ഞാനാ. ഊഹിച്ചു. നിന്നെക്കൊണ്ട് അങ്ങനെയെങ്കിലും ഇയാളെ വിളിപ്പിക്കണമെന്ന ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ ഫോൺ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, കമ്മിങ് ടു ദ മാറ്റർ. മെറിനെയും സേതുവിനെയും കൊന്നത് എന്തിനാണെന്ന് മനസ്സിലായി. പക്ഷേ നീ അല്ലാതെ ആരൊക്കെ ഇതിൽ ഇൻവോൾവ്ഡ് ആണ്? എങ്ങനെയാണ് മെറിൻ മരിച്ചത്? രണ്ടുപേരെയും കൊന്നത് ഞാനല്ല. പന്ന പൊലയാടി മോനെ, എല്ലാ കോപ്പത്തരം കാണിച്ചിട്ട് അവസാനം ഒഴിയുന്നോടാ. പറയടാ, എങ്ങനെയാ നീ അവളെ കൊന്നത്? സാറോട് ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. എല്ലാം തുറന്ന് പറയാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. സേതുവിനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. അവൻ കാരനാണ് എൻ്റെ അനിയൻ ഇങ്ങനായത്. അതുകൊണ്ട് മാത്രം. എൻ്റെ അനിയൻ ഞങ്ങളുടെ പ്രതീക്ഷയായിരുന്നു സാർ. നന്നായി പഠിക്കും, കോളേജിലെ ബെസ്റ്റ് ആക്ടർ, കലാപ്രതിഭ, സ്പോർട്സ്മാൻ. അവന് നല്ല ജോലി കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെറിനുമായുള്ള ഈ ബന്ധവും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും. ആരാ പിന്നെ മെറിനെ സേതുവിനെ കൊന്നത്? അറിയില്ല സാർ. പക്ഷേ എല്ലാം തുടങ്ങിയ ആ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കൊരു കോൾ വന്നു, ഒരാളുടെ കോൾ. ഹലോ മിസ്റ്റർ മനു, മറിൻ ജോസിനെ അറിയാമല്ലോ അല്ലേ? അവൾ നാളെ മരിക്കും. ബോഡി ഡിസ്പോസ് ചെയ്യുന്ന ജോലി മനു ഏൽക്കണം. അതിനുവേണ്ടി മനുവിനെ ഒരാളെ സമീപിക്കാം, അല്ലെ നേരിട്ട് ചെയ്യാം. ആരാ നിങ്ങൾ? മനു സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള ആളല്ലേ? ഇതൊരു ഔട്ട്സോഴ്സിംഗ് പ്രോജക്റ്റായി കണ്ടാൽ മതി. ഞാൻ താല്പര്യമുള്ള ഒരു ഫ്രീലാൻസർ നോക്കും. അതുകൊണ്ട് കൂടുതൽ പരിചയം നല്ലതല്ല. മറിൻ ജോസ് മരിക്കണമെന്ന് ഒരിക്കലെങ്കിലും മനു ആഗ്രഹിച്ചിരുന്നില്ലേ? സോ ദാറ്റ്സ് ദ ഡീൽ. ഒരു ഐഡിയ കൂടി പറഞ്ഞു തരാം. ബോഡി സേതുവിൻ്റെ കാറിൽ കൊണ്ടിട്ടാൽ അവനെ കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാം. ഓൾ ദി ബെസ്റ്റ് മനു. ബൈ. എല്ലാം പ്ലാൻ ചെയ്തത് നീയായിരുന്നല്ലേ? കൊലപാതകം വരെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കാലം വന്നു. മാക്സിമം ആളുകളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള കളി. കൊലയാളിയുടെ അടുത്തെത്താൻ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാവും അല്ലേ? അന്ന് രാത്രി സേതുവിൻ്റെ കാറിൽ ബോഡി കൊണ്ടിട്ടത് അടക്കം എല്ലാം പ്ലാൻ ചെയ്തത് നീയായിരുന്നു അല്ലേ? എന്നിട്ട് നീ തന്നെ എന്നെ വിളിച്ച് സേതുവിനെ കാട്ടിത്തന്നു. മോശമില്ലല്ലോടാ. ഇപ്പം നീ വയ്ക്കോ. പക്ഷേ അധികകാലം രക്ഷപ്പെട്ട് നടക്കാമെന്ന് നീ വിചാരിക്കണ്ട. ആരെയും കിട്ടിയില്ലെങ്കിൽ നിന്റെ അടുത്തേക്കാണ് ഞാൻ തിരിച്ചു വരും. നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കേട്ടാ? സർ, കുമാരപുരം വരെ ഒരു ലിഫ്റ്റ് തരാമോ സർ? കയറ്. താങ്ക് യു സർ. എന്താ മുഖംമൂടിയൊക്കെ ആയിട്ട്? സാർ അന്വേഷിക്കുന്ന കൊലപാതകി സാറിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറണമെങ്കിൽ
മുഖം മൂടാതെ വരാൻ പറ്റില്ലല്ലോ സർ. കീപ് ഡ്രൈവിംഗ് സർ. വെറുതെ എന്തിനാണ് സാർ മനുവിനെയൊക്കെ ദ്രോഹിക്കുന്നത്? സാറിന് ശരിക്കും ബുദ്ധിയുണ്ടെങ്കിൽ എന്നെ കണ്ടുപിടിക്കുക. ഇത്ര അടുത്ത് വരാൻ ഞാൻ ധൈര്യം കാണിച്ചില്ലേ, അതുപോലെ തിരിച്ചും ചെയ്യുമ്പോഴല്ലേ സാർ ശരിക്കും ചലഞ്ചിങ് ആവുന്നത്. ആ സൈഡിലേക്ക് വണ്ടി ഒതുക്കും സാർ. തോക്കെൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഇവിടെ വെച്ചൊരു മൽപ്പിടുത്തത്തിന് നിൽക്കണ്ട സാർ. നേരെ പൊയ്ക്കോ. നമുക്ക് കുറച്ചുകൂടി നല്ലൊരു സ്ഥലത്ത് വെച്ച് വിശദമായി കാണാം. കാണണം. ഓഹോ, പിന്നെന്താ. ആ മനു, നിന്നെ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചിരുന്നോ? ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇനി പോലീസ് ഉപദ്രവിക്കില്ല എന്ന് അവൻ പറഞ്ഞു. ഹലോ, കൺട്രോൾ റൂം. മനുവിനിപ്പോൾ വന്ന കോൾ എവിടെ നിന്നാണ്? സാർ, അത് മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു പബ്ലിക് ബൂത്തിൽ നിന്നാണ് സാർ. സാർ ഇപ്പോൾ എവിടെയാ? ഞാൻ അവിടെ നിന്ന് 1 കിലോമീറ്റർ മാറിയ. ആ ബാസി, ആ നമ്പറിൽ വിളിച്ച് ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ വേഗം വേണം. ഓക്കെ സാർ. കുറച്ച് മുമ്പ് ഇവിടെ ഒരു പയ്യൻ ഫോൺ ചെയ്യാൻ വന്നിരുന്നു. ഒരു പയ്യൻ കുറച്ച് മുമ്പ് ഇവിടെ ഫോൺ ചെയ്യാൻ വന്നിരുന്നോന്ന്? വന്നിരുന്നു സാർ, ഒരു 15-20 മിനിറ്റ് മുൻപേ. ഇവനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? അത്രയ്ക്ക് അങ്ങ് ഓർമ്മ വരുന്നില്ല സാർ. മുഖത്തൊരു ടവൽ വെച്ച് മറച്ചിരുന്നു. പക്ഷേ സാറേ, അയാളൊരു നീല ബജാജ് സൂപ്പറിലാ വന്നത്. വാ ചോദിക്കട്ടെ. എന്താ ശ്രദ്ധിക്കാൻ കാരണം? അത് പിന്നെ എനിക്കൊരു വർക്ക്ഷോപ്പുണ്ട് സാർ. അതുകൊണ്ട് ഈ വണ്ടികളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഈ ഓൾഡ് മോഡൽ വണ്ടികൾ. വണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ ആ പയ്യനോട് ചോദിച്ചിരുന്നു. കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ് ബാക്കി പോലും വാങ്ങിക്കാതെ അവൻ പോവുകയും ചെയ്തു. എന്താ സാറേ? ഏയ് ഒന്നുമില്ല, ശരി. ഹലോ, കൺട്രോൾ റൂം. ആ ബാസി, ഒരു വണ്ടി ഒന്ന് ട്രേസ് ചെയ്യണം. ഒരു ബ്ലൂ ബജാജ് സൂപ്പർ. അധികം കാണാൻ ചാൻസ് ഇല്ല. സോ ഗെറ്റ് ദ കംപ്ലീറ്റ് ലിസ്റ്റ്. പെട്ടെന്ന് തന്നെ വേണം. ഐ ആം വെയിറ്റിംഗ്. ആ ബാസി സാർ, 133 വണ്ടികളുണ്ട് സാർ. നമ്മുടെ സസ്പെക്ട് ലിസ്റ്റിൽ ആർക്കെങ്കിലും ഈ വണ്ടി ഉണ്ടോ? മെറിൻ്റെ പഴയ റിലേഷൻഷിപ്പിൽ ആരുടെയും വീട്ടിൽ ഈ വണ്ടി ഇല്ല സാർ. പക്ഷെ മനു ദാമോന്റെ പേരിൽ ഒരു ബജാജ് സൂപ്പർ ഉണ്ട്. പക്ഷെ അത് നീല കളറല്ല സാർ, പച്ചയാണ്. ഒരുപക്ഷെ റീപെയിന്റ് ചെയ്തായിക്കൂടെ? അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. രജിസ്ട്രേഷൻ നമ്പർ KL14346. പക്ഷേ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഷിയർ ലക്ക് സാർ. ചിലപ്പോൾ മനുവിൻ്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഈ വണ്ടി കണ്ടില്ലെന്ന് വരും സാർ.
ഓക്കെ ബാസി, താങ്ക്സ്. രജിസ്ട്രേഷൻ നമ്പർ KL1 4346. ആരാ? ഇത് മനുവിൻ്റെ വീടല്ലേ? അതെ, നിങ്ങളാരാ? രാജീവ് കുമാർ, സബ് ഇൻസ്പെക്ടർ. ഒരു കാര്യം അന്വേഷിക്കാനുണ്ടായിരുന്നു. പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന സ്കൂട്ടർ ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? മനു വരുമ്പോൾ ഉപയോഗിക്കും സാർ, അല്ലാതെ ആരും. നിങ്ങളാരാ? ഞാൻ ദീപുവിനെ, മനുവിൻ്റെ അനിയനെ നോക്കുന്ന നേഴ്സാണ് സാർ, രാജേന്ദ്രൻ. എന്താ സാർ? ഓടിക്കുന്നില്ലെങ്കിൽ വണ്ടി എങ്ങനെ ചൂടായിരിക്കുന്നത്? ഇടയ്ക്ക് കഴുകാൻ വേണ്ടി പുറത്തിറക്കിയായിരുന്നു സാർ, അതായിരിക്കും ഒരു പക്ഷേ. എന്നിട്ട് കഴുകിയോ? ഇല്ല സാർ, വേറെ പണി വന്നപ്പോൾ നടന്നില്ല, നാളെ ആട്ടെന്ന് കരുതി. ദീപു ഇവിടെ? ഇപ്പം കാണാൻ പറ്റില്ല സാർ. എന്താ? മരുന്ന് കൊടുത്തതേ ഉള്ളൂ, നല്ല ക്ഷീണം കാണും. രാജേന്ദ്രൻ, തനിക്ക് കഴിയുമെങ്കിൽ തടയുക, അല്ലെങ്കിൽ ശ്രമിക്കാതിരിക്കുന്നതാവും നല്ലത്. ബുദ്ധിമാനായ ഒരു കൊലയാളിക്ക് ഇങ്ങനൊരു ഇക്വേഷനിൽ ഒളിഞ്ഞു നിൽക്കാൻ സാധിക്കൂ. ഷാൽ ഐ അസ്യൂം യു ആർ ദ വൺ?
മനു പറഞ്ഞിരുന്നു ദാറ്റ് യു ആർ എ ഗ്രേറ്റ് ആക്ടർ ആൻഡ് എ വെരി ബ്രില്യൻ മൈൻഡ് ടു. നാച്ചുറലി ദീപു വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നാലും സാർ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ദീപുവിന് പാർഷ്യൽ പാരാലിസിസ് ആണെന്നുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റാണിത്. ഒരിക്കൽ കൂടി ഞാൻ വരും. അന്ന് ഈ ആക്ടിങ് ചിലപ്പോൾ മതിയാകാതെ വരും. സേവ് ഓൾ യുവർ ബ്രില്യൻസ് ഫോർ ദാറ്റ് ഡേ. പോയി. ഏതൊരു ക്രൈമിനും രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് നീതിയുടേതും മറ്റേത് മനസാക്ഷിയുടേതും. നീതിക്ക് മനസാക്ഷിയില്ല എന്ന് ഞാൻ പറയും. പക്ഷേ മനസാക്ഷിക്ക് നീതി ലഭിച്ചാൽ പിന്നെ ഒരു നിയമത്തിനും നീതി നടപ്പാക്കാൻ പറ്റില്ല. Life is all but love. It's true forever, ever, ever after. You'll be the sun along the sands of time. ഏതൊരു ക്രൈമിനും രണ്ടു വശങ്ങളുണ്ട്. ഏതൊരു ക്രൈമിനും ഒരു മറുപുറമുണ്ട്. Glittering memories fill my sky of love like a diamond. You be the light. Then the pangs of trust drive you far and far away to hell. I am the hate. Passionate memories burn my soul of